ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇത് കുറച്ച് കളർഫുള്ളായിട്ടുള്ള 10 പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്ന് നമുക്ക് ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാനാണ് ഇത് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിന് നടുവേ ഇങ്ങനെ മടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മടക്കി ഒരു ഭാഗം എടുത്തിട്ട് പിന്നെയും ഒന്ന് മടക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മടക്കിയതിൻ്റെ ഒരു സൈഡിലായിട്ട് 1 സെൻറ്റിമീറ്റർ മുകളിലും 1 സെൻറ്റിമീറ്റർ താഴെയായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അപ്പുറത്തെ ഭാഗം എടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ അതിൻ്റെ ഈക്വലായിട്ട് വെച്ചിട്ട് നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതേ ഞാൻ പശയൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു സൈഡിലായിട്ട് 2.5 സെൻറ്റിമീറ്റർ മുകളിലും 2 സൈഡിലായിട്ട് 2.5 സെൻറ്റിമീറ്റർ താഴെ 2 സൈഡിലായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഈ നേരെ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ആ ഭാഗം നമ്മൾ മടക്കി കൊടുക്കണം കേട്ടോ. 2.5 സെൻറ്റിമീറ്റർ മുകളിലും താഴെയും അടയാളപ്പെടുത്തിയില്ല, അതിൻ്റെ നേരെ സ്കെയിൽ വെച്ചിട്ട് സൈഡ് ഇതേ ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ 2 ഭാഗത്തും പേപ്പറിൻ്റെ 2 സൈഡിലും നമ്മൾ അങ്ങനെ ചെയ്യണം. ഓക്കെ, നന്നായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേ സ്കെയിലെടുത്തിട്ട് പിന്നെ ഇതേ ഈ ഒരു സൈഡിലായിട്ട് നമ്മളുണ്ടല്ലോ 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അതിൻ്റെ സെയിം അപ്പുറത്തെ ഭാഗത്തും നമ്മൾ 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. അത് ഒരു സൈഡിൽ മാത്രം അടയാളപ്പെടുത്തി കൊടുത്താൽ മതി, താഴോട്ട് വേണ്ട കേട്ടോ. എന്നിട്ട് അത് ആ 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിൻ്റെ നേരെ സ്കെയിൽ വെച്ചിട്ട് അവിടെ ഇതേ ഇങ്ങനെ നന്നായിട്ട് മടക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ 2 സൈഡിലായിട്ട് ഇവിടെയും അതിൻ്റെ സെയിം അപ്പുറത്തുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ചെറിയൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, ഈ 2 സൈഡിലും അങ്ങനെ 2 ഭാഗത്തും നമ്മൾ എന്താക്കണം, കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ 2 ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ഭാഗവും നമ്മൾ ഒറ്റ സൈഡിൽ അതും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ സൈഡിൽ 2 ഉള്ളിലേക്ക് ആക്കിയിട്ട് അങ്ങ് മടക്കി കൊടുക്കണം. എന്നിട്ട് മുകളിൽ ആ ബാലൻസ് വരുന്നത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അത് നമുക്കൊരു എൻവലപ്പ് പോലെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ള 9 A4 ഷീറ്റും നമുക്കിതേ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അത് ബാക്കി 10 ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒരു ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഈ അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മറ്റേ സൈഡിലും നമ്മൾ ചിത്രം വരച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള എല്ലാ പേപ്പറിലും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒരേ അളവ് കിട്ടാനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്കെച്ച് ചെയ്തിട്ട് അങ്ങ് വരച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മുഴുവനും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. 10 ഇങ്ങനെ നടുവിലൂടെ പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണ്ട. അപ്പം ഞാൻ 10 ഒട്ടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വന്നിട്ടുണ്ട്. ഇനി ആ ഫസ്റ്റ് കാണുന്ന ഭാഗവും ലാസ്റ്റ് കാണുന്ന ഭാഗവും കൂടി കൂട്ടി ഒട്ടിച്ചാൽ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആരും ഇനി പുറത്തൊന്നും പോയിട്ട് ക്യാഷ് കൊടുത്തിട്ട് സ്റ്റാറൊന്നും മേടിക്കേണ്ട. വെറും 30 രൂപ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്, കിടായിട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയ്ക്ക് ഇഷ്ടമായാൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു ലൈക്ക് കൂടി തന്നിട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ.